വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചതാ. അല്ലേലും ഒരു കാര്യത്തിന് വിളിച്ച സമയത്തിന് വരുന്ന ശീലം പണ്ടേ അവനില്ലല്ലോ. സീഫ, അവന്റെ മേലോട്ട് കയറാനല്ല നമ്മൾ ഇന്നിവിടെ കൂടിയേക്കുന്നത്. അത് ഓർമ്മ വെച്ചോണം. ഞാൻ മീറ്ററായിട്ടാ പറഞ്ഞേ. സംശയമാണെങ്കിൽ നോക്കിയോ. ആണല്ലേ? ഇത് 100 രൂപയല്ലേ ഉള്ളൂ. പുളിക്കേട്ട റോട്ടിലേക്ക് 100 നോട്ട് മതി. ആകെ ദേഷ്യത്തിൽ അകത്തിരിപ്പുണ്ട്. എനിക്ക് ബാക്കിയുള്ളത് പോലെ കാറും ജീപ്പും ഹെലികോപ്റ്ററൊന്നുമില്ല. വിളിച്ചോണ്ട് ഓടിക്കത്ത്. അയ്യോ, ഹെലികോപ്റ്റർ എവിടെ പോയി? ഞങ്ങൾക്ക് തന്ന പോലെ തന്നെ അപ്പച്ചൻ നിനക്കൊരെണ്ണം വാങ്ങിച്ചു തന്നായിരുന്നല്ലോ. അത് കാക്ക കൊത്തിക്കൊണ്ടുപോയോ? കാക്കയല്ല, അപ്പച്ചൻ മരിച്ചപ്പോ അതും കൂടി കൊണ്ടുപോയി. സ്വർഗത്തിലോട്ട് എത്തണ്ടേ? വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അപ്പനെ പറയും. എന്റെ അപ്പനല്ലേ, എനിക്ക് തോന്നിയത് ഞാൻ പറയും. നീ ഓടെ. രണ്ടുപേരും നിർത്താവോ? കണ്ണി കണ്ട വഴക്കുണ്ടാക്കാനായിട്ട്. ഇന്ന് വിളിച്ചു വരുത്തതേ നിനക്കൊന്നും വഴക്കുണ്ടാക്കാൻ വേണ്ടിയൊന്നല്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? നീ അകത്ത് പോയിക്കോ, ഞങ്ങളിപ്പോ വരാം. എന്തുവാ സേവിച്ച ഇത്? അവരെന്നെ കാണും വലിയൊരു ചൊറിയുള്ളതാ. അല്ലേലും 4 കാശ് കൂടുതലെന്ന് ഉണപ്പ് എന്റെ അടുത്ത് കാണിക്കുന്ന കാര്യമില്ലല്ലോ. ഒന്നുമല്ലേലും നിന്റെ മൂത്തതല്ലേ, അതിന്റെ ഒരു ബഹുമാനം വേണ്ടി സേവിച്ച. മൂത്ത കണ്ട് നിനക്ക് നിൽക്കണം. അതോട്ടെ, എല്ലാരും എത്തിയോ? എല്ലാരും അകത്തുണ്ട്. ചേച്ചിയോ? അവള് ചെങ്ങന്നൂർ ബൈബിൾ കൺവെൻഷന് പോയേക്കുവാ. ഒരു 2 ദിവസം കൂടെ കാണുന്ന ഇന്നലെ രാത്രി വിളിച്ചപ്പോ പറഞ്ഞേ. അത് കൊള്ളാം. ചേച്ചിയുടെ കാര്യത്തിന് വേണ്ടി എല്ലാവരുടെ കൂടുമ്പോ പുള്ളിക്ക് കൂടെ വേണ്ടതല്ലേ? ഈ വെള്ളാരി വീട്ടിട്ട് നാട് നിങ്ങളെ കൺവെൻഷൻ ധ്യാനം കൂടി നടന്നാ എങ്ങനെയിരിക്കും? അവൾക്ക് അതല്ലേ ഉള്ളൊരു ആശ്വാസം. നീ വാ, എല്ലാരും അകത്തുണ്ട്. ബാക്കി കാര്യം ഒരുമിച്ചിരുന്ന് പറയാം. മമ്മി നാളത്തെ കഴിഞ്ഞ് വരുമെന്നാ പറഞ്ഞേ. വിളിക്കാനൊക്കെ പറ്റുമോ ഇപ്പോ? ആ, രാത്രി മാത്രം. അപ്പുറത്തുണ്ട്. നിങ്ങള് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, റീത്ത മാറ്റി കൊണ്ടുവന്നായിരുന്നു. നീ എന്താ കഴിഞ്ഞ ദിവസം റീത്തയുടെ കൂടെ നിന്റെ അപ്പന്റെ വീട്ടിൽ പോവാഞ്ഞേ? ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ പരീക്ഷ. ഓ, നിന്റെ അപ്പനേക്കാളൊക്കെ വലുത് നിനക്ക് ക്ലാസ് ആണോ? നിനക്കും വലിയ കണക്ഷൻ ഇല്ലയോ സ്റ്റാലിയായിട്ട്? വെളിയും പറച്ചൊന്നും ഇല്ലേ? വെറുതെ അവളെ എന്തിനാ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നേ? ഞാനാ പറഞ്ഞ അവളോട് ക്ലാസ് അറ്റൻഡ് ചെയ്തോളെ. ഈ എൽസയുടെ ധ്യാനം കൂടലും കൺവെൻഷന് പോക്കും നിനക്ക് പറഞ്ഞൊന്ന് കൺട്രോൾ ചെയ്യാൻ മേലേ? ഇതുങ്ങളുടെ കാര്യം എക്കാലത്ത് നീ നോക്കൂ. പറയാഞ്ഞിട്ടാണോ? അവളുടെ ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ ഇറങ്ങിപ്പോവും. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതല്ലേ അവൾക്ക് ജീവിതത്തിലൊരാശ്വാസം. നീയാണ് അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അതെന്നെ വർത്താനോ? ഞാൻ എന്നാ ചെയ്തെന്നായി പറയുന്നേ? ഈ പിള്ളേരെ കാര്യം നോക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇപ്പൊ എന്നാത്തിന് അത്യാവശ്യം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയേ? അതാദ്യം പറ. അതല്ലേ പറയേണ്ടത്. സ്റ്റാൻലി ഒരു പെണ്ണിനെ കൊണ്ടൊന്ന് താമസിപ്പിച്ചിട്ടുണ്ട് അവന്റെ വീട്ടിൽ, കൊളത്തുപുഴയിൽ.
എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഇത് എന്നാ സംഭവം എന്നറിയാനാ ഞാൻ ഇന്നലെ കുളത്തുപുഴയ്ക്ക് ടെരസയും കൂട്ടി പോയത്. എന്നിട്ടെന്നാ അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ റൂമൊക്കെ പുതുക്കി ഒരുക്കി കൊടുത്തേക്കുക. ആ പെണ്ണിന് ഒരു 23-25 വയസ്സ് കാണും. ചോദിച്ചില്ലേ? അയാളോട് ചോദിക്കാതെയും സംസാരിക്കാതെയും ഞാൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ആ നാണമില്ലാത്തവൻ എന്റെ മുഖത്ത് നോക്കി പറയുക ആ പെണ്ണയ്ക്ക് പിഴച്ചുണ്ടായതാന്ന്. അയാൾക്ക് കല്യാണത്തിന് മുമ്പ് ഏതോ വിധത്തിലുണ്ടായതാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞിരിക്കുന്നു. ചുമ്മാ പറഞ്ഞായിരിക്കും. ഏലിയാസേ, എന്റെ വായിലിരിക്കുന്നത് കേൾക്കും കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന പിന്നെ ആരാ? സ്റ്റാൻലി പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യ. അയാളുടെ അപ്പനില്ലേ കൊട്ടാരമറ്റത്തിൽ ഔദ, അയാൾക്കും അറിവുള്ള കാര്യ. അയാൾ അവളെ ഇറക്കി വിടാൻ വന്നിട്ട് അവളുടെ കൂടെ ആടിപ്പാടി നിൽക്കുവാന്നാ ആ പൗലോസ് ആന്റപ്പന് പറഞ്ഞത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള ഹൊങ്ങല്ലേ? എന്നിട്ടെന്താ പോയപ്പോ ഞങ്ങളെ കൂടെ വിളിക്കുന്നത്? ഒരുമിച്ച് നിന്ന് അവനിട്ട് കൊടുക്കായിരുന്നല്ലോ. ആദ്യം ഇത് എന്നാ സംഭവം എന്നറിയാൻ പോയതാ. ഉള്ളതാണോന്നറിയാതെ നിങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് എന്നാ കാര്യമുള്ളേ? ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയാനാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. സംഭവം നേരിട്ട് വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. നന്നായി. അവള് കൂടെ ഉള്ളപ്പോ സംസാരിക്കേണ്ട കാര്യമില്ലേ? ഈ മുടിഞ്ഞ ധ്യാനം കൂടുതലും കൺവെൻഷൻ പോകും. ഇതോടെ നിർത്തിയേക്കാൻ പറഞ്ഞോ? ഞാൻ മാത്രമല്ലല്ലോ അവൾക്കുള്ളത്. നിങ്ങൾക്ക് അവളുടെ ആരാ? പറഞ്ഞ് സമ്മതിപ്പിക്ക്. ഞാൻ മാത്രം നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാ മതിയോ? ഇതൊരുമാതിരി നാണം കിട്ട കേസായി പോയല്ലോ. കേട്ടല്ലോ അപ്പന്റെ ലീലാവിലാസങ്ങൾ. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്കൊക്കെ? മൂത്ത കാരണം കൂടെ ഉണ്ടെന്ന് നിനക്കൊക്കെ ചേച്ചിയായിട്ട്. നല്ല സുന്ദരി ചേച്ചിയാ, ഞാൻ കണ്ടായിരുന്നു. പിള്ളേരുടെ മെക്കിട്ട് കയറാതെ എന്താ ചെയ്യപ്പെടുന്ന ആലോചിക്കണ്ടേ? അല്ലാതെ സ്റ്റാൻലി തന്നെ പറഞ്ഞിട്ടോ എൽസമ്മയെ പറഞ്ഞിട്ടോ ഈ പിള്ളേരെ ഇറക്കിയിട്ടോ ഒരു കാര്യമില്ല. എന്തോന്ന് ആലോചിക്കാൻ? ഇതിനു മാത്രം ആലോചിക്കാൻ എന്തിരിക്കുന്നു? നമ്മളെല്ലാവരും കൂടെ അവിടെ ചെല്ലുന്നു, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് ഫലം? അവിടെ ചെന്ന് അവന്റെ മുന്നിൽ പഞ്ചപുച്ഛ മടക്കി നിന്ന് വേണം സംസാരിക്കാൻ. ദേഷ്യം വന്നാ നമ്മൾ വല്ലതൊക്കെ പറഞ്ഞു പോകും. കടക്ക് പുറത്തെന്ന് പറഞ്ഞ് നമ്മളെ അവൻ ഇറക്കി വിടുകയും ചെയ്യും. ഞാൻ ചെന്ന് സംസാരിച്ചപ്പോ എന്നെ പറഞ്ഞൊന്നും നിങ്ങളാരും കേട്ടില്ലല്ലോ. കേട്ടാലെന്ത് കാര്യം? ഇത്രയും കാലത്തിനിടയ്ക്ക് അവന്റെ നേരിൽ നിന്ന് 4 വർത്താനം പറയാനുള്ള ചുണ നിങ്ങൾക്ക് 4 പേർക്കും ഉണ്ടായിട്ടില്ലല്ലോ. അതെന്നാ അങ്ങനെ പറയുന്നേ? ഞങ്ങൾ ഇതിനു മുന്നേ സംസാരിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് ചുണയില്ലാഞ്ഞിട്ടാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? മനുഷ്യനോട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പട്ടിയെ കൂടെ കേട്ടിരുത്തി നമ്മളോട് സംസാരിക്കുന്ന ആ പട്ടിയോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തോണ്ടാ. നിന്നെ സേവിച്ച ചുമ്മാ ഉരുളല്ലേ നീ ഓർക്കുന്നില്ലേ റീത്തെ? പണ്ട് പ്രശ്നം ഉണ്ടായപ്പോ അച്ഛയും സ്റ്റീവനും കൂടെ അയാളോട് സംസാരിക്കാൻ പോയത്. കൊല്ലാനും തിന്നാനും മടിക്കാത്ത കുറെ പട്ടികളുടെ ഇടയിൽ ഒരുത്തൻ. സ്റ്റാൻലി ഒന്ന് വിരലൊഴിച്ച പിന്നെ മനുഷ്യനാണെന്നും അങ്ങനെയൊക്കെ നോട്ടമില്ല. അച്ഛയുടെ സ്റ്റീവന്റെ ഒച്ച ചെറുതായിട്ടൊന്ന് കൂടിയപ്പോഴേ റിവോൾവർ എടുത്ത് ചങ്ങനെ നേരെ ചൂണ്ടി നിർത്തിയതേ 10 മിനിറ്റാ. ശ്വാസം വിടാൻ പോലെ സമ്മതിക്കാതെ. അച്ഛനെ പേടിച്ച പേടിക്ക് 2 ആഴ്ചയാ പരിച്ചു കിടന്നത്. മറന്നോ നീ? റിവോൾവറൊക്കെ ഞാൻ നോക്കിയാലും എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ എടുത്താ പിന്നെ കൊന്നിട്ടേ വരൂ. അന്ന് നമ്മളത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചു. തോക്കും കുന്തവും കൊടുച്ചക്രമൊന്നും വേണ്ട. കാണിക്കുന്നത് തെന്നിത്തരാണെന്ന് മാന്യമായ ഭാഷയിൽ അവനോട് പറയണം. ഒരു കാരണവശാലും ഈ കാണിക്കുന്ന പോക്കരത്തരം നമ്മൾ സമ്മതിച്ച് കൊടുക്കത്തില്ലെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. ഈ
പറഞ്ഞത് പോലും സ്റ്റീഫ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൽസമ്മയെ കിട്ടുന്നതിന് മുമ്പ് അവനൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന്. അന്ന് അതിനെ കിട്ടാൻ പറ്റിയില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. പക്ഷെ അത് പറയാൻ അവര് നാണമില്ലെന്നുള്ളതാ. ഈടെയാണത്ര അറിഞ്ഞത് അതിലുണ്ടായത് ജീവനോടുണ്ടെന്ന്. അത് കേട്ട ഉടനെ സ്റ്റാൻലി ചെന്ന് അതിനെ അങ്ങ് ദത്തെടുത്തു. ആർക്കറിയാം എവിടെയൊക്കെ ഉണ്ടെന്ന്. ഈ പുറകെ പുറകെ വരുന്നുണ്ടാവും ഓരോന്ന്, ജാഥ പോലെ. ആർക്കറിയാം, ഇത്രയും കാലവും അനാഥാലയത്തിലായിരുന്നു എന്നാ അവിടുത്തെ ജോലിക്കാര് പറയുന്നേ. പ്രസവിച്ചവള് മാരണമാണെന്ന് കണ്ട് പണ്ടേ വലിച്ചെറിഞ്ഞതാവും. ആ ജോലിക്കാര് പറയുന്ന കേൾക്കണം. സ്റ്റാൻലി ഒരു രാജകുമാരിയെ പോലെയാ അവളെ അവിടെ കൊണ്ട് വാഴിച്ചേക്കുന്നതെന്ന്. അവൾക്ക് കിടക്കാനുള്ള മുറി മാത്രം നല്ല പൈസ മുടക്കി മോടി പിടിപ്പിച്ചെന്ന്. ഇതൊക്കെ ഇവിടുത്തെ പിള്ളേര് തിന്നേണ്ടതാ, കണ്ടോളുമാര് തിന്നുന്നത്. ഇവിടെയുണ്ടല്ലോ അവന്റെ 3 എണ്ണം. ഇന്നേ വരെ ഒരു ഡ്രസ് എങ്കിലും വാങ്ങി കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞില്ലേ? അവളെ ഓടിക്കാവുന്ന അവധ കുട്ടിയെ അവൾ കയ്യിലെടുത്തു. അവളുടെ അപ്പന്റെ സ്വത്താണെന്ന് പറഞ്ഞ് മെക്കിട്ട് കയറില്ല, അവളുടെ സ്ഥിരം പണിയെന്ന പൗലോസും പറഞ്ഞത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അവസാനം ആ പെണ്ണിന്റെ കയ്യിൽ ഇരിക്കുമല്ലോ എങ്കിലും തോട്ടുമില്ല. സംശയം എന്താ? നമ്മുടെ എക്സാമിൻ പിള്ളേരെ വഴിയാതാരോ? എഴുതി വെച്ചോ, 100 തരാം. അതുകൊണ്ടാ നിങ്ങളോട് എല്ലാവരോടും അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്. ഇപ്പൊ ഈ കേസില് നമ്മൾ എന്തെങ്കിലും നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ എൽസമ്മയ്ക്കും പിള്ളേർക്കും കിട്ടേണ്ടതെല്ലാം ആ പെണ്ണ് കൊണ്ടുപോകും. ആ മൂർഖന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ സമ്മതിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു വഴിയുള്ളത്, നമ്മൾ 10-15 പേര് കൂടി അവനെ ചോദ്യം ചെയ്യാന്നുള്ളതാ. പുനരൊരുകാരെ കൂടി വിളിക്കണം. അവതക്കളവന്റെ കാര്യം പോട്ടെ, അയാൾക്ക് ഇനി എത്ര കാലം ഉണ്ടെന്നാ. ബാക്കിയുള്ളവർക്ക് എന്തായാലും സ്റ്റാലിൻ കാണിക്കുന്ന ചെറ്റത്തരത്തിന് കൂട്ടി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. സ്റ്റാലിൻ എന്നൊക്കെ പേടിക്കോ? നമ്മൾ 15 പേരല്ല 50 പേരെ കൊണ്ടുപോയാലും അയാൾക്ക് പുല്ലാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അത് പണ്ട്. അവൻ നമ്മളോട് സമാധാനം പറയണം, പറയിപ്പിക്കും. പോലീസിൽ അവനെതിരെ പരാതി കൊടുക്കണം. വികാരി അച്ഛന്റെ അടുത്ത് ഈ പരാതി അവതരിപ്പിക്കണം. അതുകൂടാതെ രാഷ്ട്രീയക്കാരെയും അതിനകത്ത് ഉൾപ്പെടുത്തണം. ആരെങ്കിലും പറയോ അവൻ ചെയ്ത സൽപ്രവൃത്തിയായിരുന്നെന്ന്? 4 വശത്തുനിന്നും അവനെ ചുറ്റണം. അങ്ങനെ ചുറ്റി ചുറ്റി സമ്മർദ്ദം കയറി അവൻ അടി തെറ്റും. നമ്മൾ അവനെ അങ്ങ് നാറ്റിക്കണം. വലിയ അന്തസ്വാഭിമാനവും പറയുന്നവനല്ലേ, അവനെ നാണം കെടുത്തി തൊലി ഒഴിച്ച് കാണിക്കണം. സംഗതിയൊക്കെ കൊള്ളാം. അതിനു മുമ്പ് നമ്മുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കണ്ടേ? എന്തോന്ന് ആലോചിക്കാൻ? അത് സ്റ്റാലിയുടെ സന്തതി ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, അവളെ ഇവിടുന്ന് മാറ്റാം. അതായത് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് ഇനി യാതൊരു അവകാശമില്ലെന്നും ഇനി ഒരു ശല്യത്തിനും വരത്തില്ലെന്നും കാണിച്ച് അവളെ കൊണ്ട് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുക. അത് മാത്രം പോരാ, റബ്ബർ തോട്ടത്തിന്റെ കാര്യത്തിലും ബാക്കി സ്വത്തുക്കളുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. ഉള്ള സ്വത്ത് 5ആയിട്ട് ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെയും മക്കളുടെയും പേരിൽ തീരെഴുതി വയ്പ്പിക്കണം. ഇല്ലെങ്കിലേ നാളെ ഇനി മോളാന്ന് പറഞ്ഞ് ഓരോന്ന് കേറി വന്നാലോ? ഇതൊന്നുമല്ല, ഇതിന്റെയൊക്കെ തള്ള അവകാശം ചോദിച്ചു വന്നാലോ? പറഞ്ഞ സംഭവങ്ങളൊക്കെ നിർത്താൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ട് സ്റ്റാലിൻ ഇതിനൊന്നും സമ്മതിച്ച് തന്നില്ലെങ്കിലോ?
ചേർന്ന് കൊളുത്തുപുഴി ചെന്ന് അവന്റെ ബംഗ്ലാവിലോട്ട് തിരിയുന്ന റോഡരികില് ഒരു പന്തല് കെട്ടി സമരമായിരിക്കും. നമ്മൾ ആദ്യം ചെല്ലുമ്പോ തന്നെ വികാരിയച്ഛനെയും രാഷ്ട്രീയക്കാരെയും അവന്റെ ക്ലബിലെ ആൾക്കാരെയും പുനലൂരുകാരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വേണം ചെല്ലാൻ. ഒറ്റ ദിവസം കൊണ്ട് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവണം. അണുവിള ചിന്തിക്കാൻ അവൻ അവസരം കൊടുക്കരുത്. വെറുതെ വച്ച് നീട്ടിയ ചതഞ്ഞ മറ്റനായി പോവും. അതാ അതിന്റെ ഒരു ശരി. അവന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് തലയിൽ അടി പതിഞ്ഞിരിക്കണം. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോടി? നിന്റെ അപ്പന്റെ അമ്മയുടെ കാര്യ അഭിപ്രായം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞത് തന്നെയാ അവൾക്ക് വെൽസമ്മയ്ക്കും പറയാനുള്ളത്. ഇവരുടെ നല്ലതിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് അവക്കറിയാം. അപ്പൊ പറഞ്ഞ പോലെ എപ്പോ എങ്ങനെ ആരൊക്കെ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അതിനുള്ള പണി ഇപ്പോഴേ തുടങ്ങിക്കോ. കഴിക്കാനൊന്നുമില്ലേ? എല്ലാം ഉണ്ട്. ഞാനെടുത്ത് വെക്കുമ്പോഴേക്കും നിങ്ങൾ കൈ കഴുകി വാ മോളെ. അവനിട്ട് പണി കൊടുക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസാ.